800 വർഷങ്ങൾക്ക് മുൻപ് ഒരു മധ്യകാല ഗുരു കൈയെഴുത്തിലൂടെ പകർത്തിയ അമൂല്യ ബൈബിൾ അത് സൃഷ്ടിക്കപ്പെട്ട നഗരത്തിൽ ആദ്യമായി പൊതുപ്രദർശനത്തിന് വെച്ചതിന് ശേഷം തിരികെ ഇംഗ്ലണ്ടിലെ സാലിസ്ബറി കത്തീഡ്രലിൽ തിരികെ എത്തിച്ചു. സരം മാസ്റ്റർ ബൈബിൾ എന്നറിയപ്പെടുന്ന ഈ ബൈബിൾ ഇപ്പോൾ സാലിസ്ബറി കത്തീഡ്രലിലാണുള്ളത്. 17 സെന്റിമീറ്റർ ഉയരമുള്ള അതിൻ്റെ പേജുകളിലുള്ളത് ബൈബിളിൻ്റെ ലാറ്റിൻ കൈയെഴുത്ത് പ്രതിയാണ്. സാരം മാസ്റ്റർ ബൈബിൾ എന്നാൽ ചെറിയ കൊണ്ടു നടക്കാവുന്ന ബൈബിളിൻ്റെ ആദ്യകാല ഇംഗ്ലീഷ് ഉദാഹരണമാണ്. നേർത്ത കടലാസിൽ നിർമ്മിച്ചതും സങ്കീർണമായ ആദ്യാക്ഷരങ്ങൾ കൊണ്ട് അലങ്കരിച്ചതുമാണ് ഇതിലെ എഴുത്തുകൾ. അതായത് ബൈബിളിലെ ഓരോ പുസ്തകത്തിൻ്റെയും ആദ്യാക്ഷരം ആഡംബരപൂർവം അലങ്കരിച്ചിരിക്കുന്നു. ചിലയിടങ്ങളിൽ ചരിത്രപരമായ രംഗങ്ങളും അടങ്ങിയിരിക്കുന്നു. ബൈബിൾ സംഭവങ്ങളുടെ വിശദമായ ചിത്രീകരണങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. 1240കളിലും 1250കളിലും സജീവമായിരുന്ന ഇംഗ്ലണ്ടിലെ ആദ്യകാല പ്രൊഫഷണൽ പുസ്തക കലാകാരന്മാരിൽ ഒരാളായ സരം മാസ്റ്ററുടെ സൃഷ്ടിയാണ് ഈ കൈയെഴുത്ത് പ്രതി. അദ്ദേഹത്തിൻ്റെ 6 കൃതികൾ മാത്രമേ ഇന്ന് നിലനിൽക്കുന്നുള്ളൂ. ഈ ബൈബിൾ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ വെൽഷെയറിലെ സാലിസ്ബറി കത്തീഡ്രലിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരേ ഒരു ബൈബിളാണ്. സാലിസ്ബറി സൃഷ്ടിക്കപ്പെട്ട സമയത്ത് മധ്യകാല പഠനത്തിൻ്റെയും കലാമികവിൻ്റെയും കേന്ദ്രമായിരുന്നു. മധ്യകാല കൈയെഴുത്ത് പ്രതികളിലെ പ്രമുഖ വിദഗ്ധനായ ക്രിസ്റ്റഫർ ഡി ഹാമലിൻ്റെ അഭിപ്രായത്തിൽ ലണ്ടന് മുൻപ് പോലും ഇംഗ്ലണ്ടിലെ ആദ്യത്തെ പ്രൊഫഷണൽ പുസ്തക പ്രകാശകരുടെ കേന്ദ്രമായിരുന്നു സാലിസ്ബറി. മാർച്ച് 20 വരെ ആയിരുന്നു ഇതിൻ്റെ പ്രദർശനം നടന്നത്. ബൈബിളിനെ ഡിജിറ്റൈസ് ചെയ്യുന്നതിനുള്ള പദ്ധതികളും പുരോഗമിക്കുന്നുണ്ട്.